നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയുടെ മണ്ണിൽ 63ാമത് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. കൊട്ടാരക്കര സൗപർണിക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കലോത്സവത്തിനെത്തുന്നവർക്ക് ഭക്ഷണമൊരുക്കുന്നത്. സ്വാദിഷ്ടം എന്നാണ് ഇത്തവണത്തെ ഊട്ടുപുരയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഓമല്ലൂർ അനിൽ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിലാണ് കലോത്സവത്തിനെത്തുന്നവർക്കുള്ള ഭക്ഷണം ഒരുങ്ങുന്നത്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഇവർ തന്നെയാണ് കൊല്ലം ജില്ലാ കലോത്സവത്തിന് ഭക്ഷണമൊരുക്കുന്നത്. മുൻ വർഷങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഹരിത സൗഹൃദമായാണ് കലോത്സവത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അധ്യാപകരും നഗരസഭാ അധികൃതരും അധ്യാപക സംഘടനകളുമെല്ലാം കലോത്സവ വേദികളിൽ മികച്ച രീതിയിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇന്ന് മുതൽ ആരംഭിച്ച കലോത്സവം അടുത്ത 5 ദിവസം കൊട്ടാരക്കരയുടെ മണ്ണിൽ അരങ്ങേറും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? വളരെ ശ്രമകരവും വളരെ സന്തോഷകരവുമായ ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം കൊട്ടാരക്കരയിൽ വെച്ച് ഈ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ 5 ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് ഓരോ ദിവസങ്ങളിൽ ഇന്ന് രചനായിട്ടങ്ങളുള്ളതുകൊണ്ട് മാത്രം കുറച്ച് കുട്ടികളുടെ പാർട്ടിസിപ്പൻസിൻ്റെ കുറവ് വരും. എങ്കിൽ തന്നെയും അടുത്ത വരും ദിവസങ്ങളിൽ 6000-ൽ പുറത്ത് കുട്ടികളും അതിൻ്റെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും മറ്റ് ഓഫീഷ്യൽസും എല്ലാം ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ 2 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ കലവറയിൽ ഇന്നത്തെ ഈ കാണുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി 2 ദിവസം മുമ്പ് തന്നെ കലവറ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ശ്രമം അതിനു മുമ്പ് തന്നെ 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സംഘടനാ നേതാക്കളും എല്ലാവരും ചേർന്ന് ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി കൃത്യമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു വരുന്നത്. എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും കൂപ്പണുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ രുചികരമായ വർഷങ്ങളായി ജില്ലാ കലോത്സവം ഭക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓമല്ലൂർ അനിൽ ബ്രദേഴ്സാണ് ഇപ്പോഴും ഭക്ഷണം പാചകം ചെയ്യുന്നത്. അവരുടെ രുചി വളരെ പ്രസിദ്ധമാണ്. അത്തരത്തിൽ എല്ലാം കൊണ്ടും അവരുടെ തന്നെ 50ഓളം വരുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ ജോലിക്കാർ ചേർന്നുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ മുനിസിപ്പൽ ഏരിയയാണിത്. എല്ലാ ഹരിത ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ വളരെ വിജയകരമായ രീതിയിൽ ഇത് നടത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ഉത്സവമാക്കി കൊട്ടാരക്കരയുടെ ഒരു ഉത്സവമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. സാർ അധ്യാപകനാണ്. ഏത് സ്കൂൾ? ഞാൻ കൊല്ലത്താണ്. ഞങ്ങളുടെ സംഘടന അധ്യാപക സംഘടനയാണ് ഈ ഒരു കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വരുന്ന 5 ദിവസങ്ങളിൽ 4 ദിവസങ്ങളിലും പായസത്തോടു കൂടിയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഏകദേശം സാറ് പറഞ്ഞതുപോലെ 10,000-ത്തിനകത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും എസ്കോർട്ടിംഗ് ടീച്ചർ പിന്നെ രക്ഷകർത്താക്കളും ഒഫീഷ്യൽസും ഉൾപ്പെടെ 10,000-ഓളം പേർക്കാണ് ഒരു ദിവസം ഭക്ഷണം നമ്മൾ തയ്യാറാക്കി നൽകേണ്ടത്. അതിനെല്ലാം എല്ലാവിധമായ ക്രമീകരണങ്ങളും നല്ല രീതിയിൽ KPST എന്ന അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അത് നമ്മുടെ ഇതിൻ്റെ ഓരോ ദിവസം തന്നെ ഇത് ഭക്ഷണം വിളമ്പുന്നതിനായി തന്നെ ഓരോ കൊല്ലം ജില്ലയിലെ 12 ഉപജില്ലകളിലെ നമ്മൾ വ്യത്യസ്തമായി 3-4 സബ് ജില്ലകളായി വേർതിരിച്ചാണ് നമ്മൾ ഇത് ഭക്ഷണം വിളമ്പുന്ന ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നു. 5 ദിവസത്തേക്കും എല്ലാ ക്രമീകരണങ്ങളും ഇപ്പം തന്നെ 5 ദിവസത്തേക്കും എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിതചട്ടം പാലിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ എണ്ണവർഗ്ഗങ്ങൾ മാക്സിമം ഒഴിവാക്കി, എന്ന് വെച്ചാൽ പൊരിപ്പിനകത്ത് വടയോ വാഴയ്ക്കാപ്പോ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഒഴിവാക്കി അതിന് പകരം ഓരോ ദിവസങ്ങളിലായിട്ട് കുളക്കട്ട, ഇലയപ്പം, പിന്നെ തെരളി, പുഴുക്ക് ഈ ഒരു രീതിയിലുള്ള ക്രമീകരണവും കൂടെ ഈ പ്രാവശ്യം മുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എണ്ണ മാക്സിമം ഒഴിവാക്കി വൈകിട്ടലത്തെ ലഘുഭക്ഷണത്തിൽ എണ്ണ പലഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ടുള്ള ക്രമീകരണം കൂടെ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കലോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊട്ടാരക്കര നഗരസഭയിൽ നിന്നും ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ നമ്മളതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നഗരസഭയുടെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ഭംഗിയായി ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ മാലിന്യങ്ങളൊക്കെ ജൈവ മാലിന്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസിയൊക്കെ ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭയുടെ ഹരിതകർമ്മസേനയുടെയും ഒക്കെ സേവനം ആവശ്യമാവുന്ന മുറയ്ക്ക് ഉണ്ടാവും. തുടർ ദിവസങ്ങളിലും ഉറപ്പായിട്ടും നമ്മുടെ നഗരസഭയുടെ ഒരു ശ്രദ്ധ ഈ കാര്യങ്ങളുണ്ടായിരിക്കുന്നതാണ്. പരിശോധന നമ്മളിവിടെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം പരിശോധനകൾ ക്രമമായിട്ടുണ്ടാവും.
കലോത്സവ വേദിയിലേക്കുള്ള ആഹാരമൊരുക്കുന്നുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാവരും. നമുക്കിവരോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. നമുക്ക് അവരിലേക്ക് പോകാം. കൊല്ലം ജില്ലാ കലോത്സവത്തിൻ്റെ കൊട്ടാരക്കര താലൂക്കിലെ കലോത്സവത്തിൽ ഞങ്ങൾക്കിത് അറിയാനൊരു അനുവാദം കിട്ടിയതിൽ തന്നെ ഞങ്ങൾ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ നാട്ടുകാരാണ്, കലയവരുത്തുകാരാണ്. പിന്നെ ഓമല്ലൂക്കാരുണ്ട്. കൊച്ചാട്ടൻ്റെ കൂടെ ഞങ്ങൾ 10-20 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ കൊച്ചാട്ടൻ ഇതിനകത്ത് വിളിച്ചു വന്ന് സഹകരിക്കാൻ പറ്റിയതിൽ സന്തോഷം. എല്ലാ വർഷവും കലോത്സവത്തിനൊപ്പം പോകാറുണ്ട്? പോവാറുണ്ട്. കൊച്ചാട്ടൻ്റെ കൂടെ എല്ലാ വർഷവും ഞങ്ങൾ പോവാറുണ്ട്. വിളമ്പിന കൊച്ചാട്ടന് സ്ഥിരം കല്യാണ വർക്കുകളും അതും ഇതും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഞങ്ങൾ പോവാറുണ്ട്. നാളത്തേക്കുള്ളതാണ്. സൗകര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. ഒരു കുഴപ്പമില്ല. എല്ലാം നല്ലതായിട്ട് പോകുന്നു. എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഭക്ഷണങ്ങൾ ഒരുക്കാൻ എല്ലാം നല്ല കാര്യങ്ങളാണ്. അനിൽ പ്രദേശം മിക്കയിടത്തും കലാവേദിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല പരിചയമുണ്ട്. ഞങ്ങൾ 20 വർഷമായി കൊച്ചാട്ടൻ്റെ കൂടെ ഇതുപോലെ കാറ്ററിങ്ങിന് ഇറങ്ങിയിട്ട്. ഞങ്ങൾ എല്ലാ കലാവേദികൾക്കും അല്ലാത്ത സദ്യകൾക്കും എല്ലാം ഞങ്ങൾ വിളമ്പുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ് എല്ലാം നല്ല സൗകര്യത്തിലാണ് കൊച്ചാട്ടൻ ഒരുക്കി തന്നേക്കുന്നത്. 10-25 വർഷം മുമ്പ് വരെയാണ്. 25 വർഷം അല്ലെങ്കിലേ ഉള്ളൂ. വേറെ വിഷയം ഇതേ ഉള്ളൂ പണി. വേറെ പണിക്കൊന്നും പോകുന്നില്ല. അതെ, അതുപോലെ തന്നെ കല്യാണത്തിന് ഈ കൺട്രാക്റ്റിൻ്റെ കൂടെ സ്ഥിരമാണ് ഞാൻ പണിക്ക് പോകുന്നത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്കൂളിൽ നിന്നാണ് ടീച്ചർ വരുന്നത്? ഇവിടെ എങ്ങനെയുണ്ട് കലോത്സവത്തിന് വന്നിട്ട് സൗകര്യം? ഒരുപാട് കുട്ടികളുണ്ടോ സ്കൂളിൽ നിന്ന് മത്സരിക്കാൻ? എല്ലാ ദിവസങ്ങളിലും? അപ്പം ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഫുഡ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിക്കായിട്ടാണോ എത്തിയിരിക്കുന്നത്? എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഫുഡൊക്കെ കഴിച്ചോ? മത്സരമൊക്കെ കഴിഞ്ഞോ മത്സരം? ഇത് എത്ര പേരാണോ ടീമിലുള്ളത്? ഒരു ടീമിൽ 20 പേരുണ്ട്. മത്സരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ മത്സരത്തിന് വല്ലതും ഉണ്ടോ? സ്കൂളിൽ നിന്ന് വേറെ കുട്ടികളൊക്കെ ഇല്ലേ?